മണിനാഥവുമല്ല, ഈ രാജ്യത്തിന്റെ മണ്ണിലെ പൈതൃകമാണ്. ഈ പൈതൃകത്തെ ചൂഷണം ചെയ്യുന്ന സംഘപരിവാറിന്റെ അജണ്ടകൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ പ്രിയമുള്ളവരെ, ആറ്റിങ്ങലിന് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പ്രിയങ്കരനായ അടൂർ പ്രകാശ് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ഇതാ കാട്ടാലിന്റെ കാട്ടാക്കടയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരിക. നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്നേഹ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കാട്ടാക്കടയുടെ ഏറെ പ്രിയങ്കരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ യാത്ര ഇപ്പോൾ കാട്ടാക്കടയിൽ എത്തിയിരിക്കുകയാണ്. കാട്ടാക്കടയുടെ ശബ്ദം, നിങ്ങളുടെ ആവേശം തീർച്ചയായും എന്നെ ഏറെ അഭിമാനം കൊള്ളിക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരും 2019 എനിക്ക് വേണ്ടി പണിയെടുക്കുകയും അധ്വാനിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകളുമാണ് എന്നെ പാർലമെന്റിൽ അയച്ചത്. പാർലമെന്റിൽ അയച്ച നിങ്ങൾക്കാർക്കും യാതൊരു കാരണവശാലും തലകുനിക്കേണ്ടതായി വരില്ല എന്ന് ഞാൻ അഭിമാനത്തോടെ MP ഫണ്ട് കിട്ടിയത് 100% ഇവിടെ വിനിയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ പുതിയൊരു അംഗം എന്നുള്ള നിലയിലാണ് 2019 എന്നെ നിങ്ങൾ അയച്ചത്. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്തത് മറ്റാരുമല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നാടിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ഞാൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ, അതുകൂടാതെ കേരള സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി വാങ്ങുകയും ആ മറുപടി വാങ്ങിയതനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രദേശത്ത് ഓരോ ഇടത്തും നടത്തുവാനുള്ള അവസരവും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. എന്റെ പാർട്ടി UDF വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു വരുന്നത്. നേരത്തെ എല്ലാ ദിവസങ്ങളിലും ഇതുവഴിയൊക്കെ ഏതെങ്കിലുമൊക്കെ പരിപാടികൾക്ക് കടന്നു വരുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും പാർലമെന്റ് അംഗമായതിനു ശേഷം ഇവിടെ എന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്ന് ഒരാൾക്ക് പോലും പറയുവാൻ കഴിയില്ല എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മുൻ MP-മാരൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന കാഴ്ചകൾ നിങ്ങൾ